അതുപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് എൻ്റെ അനിയനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം അനിയൻ്റെ മോളൊക്കെ ഭയങ്കര എക്സൈറ്റഡിലാണ്. അനിയും ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം പോകുന്ന വഴിയിൽ എയർപോർട്ടൊക്കെ ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് ചെയ്തിട്ട് അടിപൊളി ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക്, കാരണം ഞാനിപ്പം ഗൾഫ് നിർത്തിയിട്ട് ഏകദേശം ഒരു 3.5 വർഷമായി. പിന്നെ ഈ എയർപോർട്ടിലേക്ക് വല്ലപ്പോഴും ഇതേപോലെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒന്ന് കൂട്ടാൻ പോവുക അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോവുകയൊക്കെ ആയതുകൊണ്ട് കുറേ ഇടയ്ക്കിടയ്ക്ക് എയർപോർട്ടിൽ പോകുന്ന പരിപാടി കുറവാണ്. അങ്ങനെ ഞാൻ ഈ എയർപോർട്ടൊക്കെ ഇറങ്ങി പോയി. അപ്പോൾ അനിയൻ്റെ മോള് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. കൂടെ ഇപ്പോൾ വരുന്നതുകൊണ്ട് അവൾ ബേബി ഭയങ്കര വെയിറ്റിങ്ങിലാണ്. അങ്ങനെ എയർപോർട്ടിലൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്ന് നോക്കുമ്പം ഫുള്ള് തീരെ ക്രൗഡൊന്നുമില്ല. ഇനി പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങി. അടുത്ത് നോക്കിയപ്പോൾ കുറച്ച് പിള്ളേർ ഇവിടെ ഒരു ബോർഡൊക്കെ പിടിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോയി അവരോട് ചോദിച്ചപ്പോൾ അവരെ ഫ്രണ്ട് വരുന്നുണ്ട്. ആ ഒരു ഫ്രണ്ടിന് ഒരു സർപ്രൈസ് ആയിട്ട് അവനൊന്ന് ട്രോളി കൊടുക്കാൻ അവരെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അവരെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ നെല്ലറ ഷംസുക്ക വരുന്നത്. പുള്ളിനെ ഞാൻ ജസ്റ്റ് ഷംസുക്ക എന്ന് വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്തേക്ക് വന്ന് ഭയങ്കര കൂളായിട്ട് സംസാരിച്ച് നല്ല ടീക്ക് അടിപൊളിയായി മനുഷ്യൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിനെ കാണുന്നത്. അപ്പം ഇതാണ് എൻ്റെ അനിയനും വന്ന് അവന് മോളെയും വൈഫിനെയൊക്കെ കണ്ട് അവർ ഹാപ്പിയായി.